ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മധുരപലഹാരങ്ങളുടെ രാജാവായ മൈസൂർ പാക്കിൻ്റെ സ്വന്തം നാട്ടിലാണ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വേൾഡ് ഓഫ് മൈസൂർ പാക്ക് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിലാണ്. ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ചാമുണ്ഡി ഹിൽസിലേക്ക് പോകുന്ന വഴിക്കാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മൈസൂർ പാക്ക് പ്രൊഡക്റ്റ് ചെയ്യുന്നതിൻ്റെ എല്ലാ സ്റ്റെപ്പുകളും നമുക്ക് കാണാൻ പറ്റും. അത് നെയ്യും പഞ്ചസാരയും കടലമാവും ചേർത്ത് മിക്സ് ചെയ്ത് എങ്ങനെയാണ് ഈ മൈസൂർ പാക്കായി മാറുന്നത് എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ കാണുന്നത് മൈസൂർ പാക്ക് ഉണ്ടാക്കി അത് പാത്രത്തിൽ വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ കാണുന്നത് അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ട്രേയിലിടുന്നതാണ്. അതിട്ടിട്ട് സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിപ്പം കടയിൽ നിന്ന് ഇടുന്ന പീസിൻ്റെ അതേ സൈസിൽ തന്നെ ഇത് കട്ടാക്കി പീസാക്കി കിട്ടും. അങ്ങനെ കിട്ടുന്ന മൈസൂർ പാക്ക് ഇവർ പാക്കുകളാക്കിയിട്ടാണ് വിൽപ്പനയ്ക്ക് വെക്കുന്നത്. ഇവിടെ പല ഫ്ലേവറിലുള്ള മൈസൂർ പാക്ക് നമുക്ക് കിട്ടും. നമ്മുടെ സാധാരണ നാടൻ മൈസൂർ പാക്ക് മുതൽ മാംഗോ ഫ്ലേവർ, കാജു ഫ്ലേവർ, പിസ്ത ഫ്ലേവർ, അങ്ങനെ പല വെറൈറ്റി മൈസൂർ പാക്ക് ഇവിടെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഈ കാണുന്നത് അതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റാണ്. ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ അവിടെ നിന്ന് വേറൊരു സെപ്പറേറ്റ് യൂണിറ്റായിട്ട് അത് ചില്ലിട്ട് തിരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് മുഴുവൻ നടക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. എന്തായാലും നമ്മൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തില്ല. നമുക്ക് പുറത്ത് നിന്നാൽ തന്നെ അതിൻ്റെ എല്ലാ സ്റ്റെപ്പുകളും കാണാം. അത് ഏതൊക്കെ സ്റ്റേജുകളിലൂടെ കടന്നിട്ടാണ് ഈ മൈസൂർ പാക്കായിട്ട് നമുക്ക് പുറത്തേക്ക് കിട്ടുന്നത് എന്നുള്ളതിൻ്റെ എല്ലാ സ്റ്റെപ്പും നമുക്ക് അവിടെ കാണാൻ പറ്റും. ഈ കാണുന്നത് നമ്മളിപ്പോൾ മൈസൂർ പാക്കിൻ്റെ പല പല സ്റ്റേജുകളിൽ എങ്ങനെ മൈസൂർ പാക്ക് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ആരാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, എങ്ങനെ കണ്ടുപിടിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇവരിത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ടൈം ഉണ്ടെങ്കിൽ അത് വായിച്ച് നോക്കാൻ പറ്റും. അപ്പോൾ അത് അവർ നല്ല രീതിയിൽ അത് അവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ മൈസൂർ പാക്ക് മേടിച്ച് നോക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ സാമ്പിൾ വേണമെങ്കിൽ അവർ സാമ്പിൾ തരും. അപ്പോൾ നമുക്ക് ഏത് ഫ്ലേവറാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ലേവർ നമുക്ക് മേടിക്കാം. ഇപ്പോൾ അവിടെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന അതിൻ്റെ ഏതെങ്കിലും പീസ് പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവർ സെപ്പറേറ്റായിട്ട് ചെറിയ ചെറിയ ബൈ പ്രൊഡക്റ്റുകൾ അത് ഉണ്ടാക്കിയിട്ട് അത് സെപ്പറേറ്റായിട്ട് അവരത് പുറത്ത് സെല്ല് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം എത്ര ഗ്രാമാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നമുക്ക് തൂക്കി മേടിക്കാം. ഇപ്പോൾ നമുക്ക് 100 ഗ്രാം മതിയെങ്കിൽ 100 ഗ്രാം, ഒരു പീസ് മതിയെങ്കിൽ ഒരു പീസ്. അപ്പോൾ എത്ര വേണമെങ്കിലും അവർ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി, അതിനനുസരിച്ചുള്ള പാക്ക് ചെയ്ത് സീൽ ചെയ്ത് നമുക്ക് തരും. അതുകൂടാതെ നമുക്കിപ്പോൾ ഇവിടെ ഗിഫ്റ്റ് ഐറ്റംസ്, അതായത് ഗിഫ്റ്റ് പാക്ക് ചെയ്തിട്ട് ഇതേ സാധനങ്ങൾ തന്നെ നമുക്ക് അവർ വിൽക്കുന്നുണ്ട്. പിന്നെ പല വെറൈറ്റികളായിട്ടുള്ള ചോക്ലേറ്റുകൾ അവിടെ അവൈലബിൾ ആണ്. അത് ഡിഫറെൻറ്റ് ഫ്ലേവറിലുള്ള ചോക്ലേറ്റുകൾ നമുക്ക് അവിടെ നിന്ന് മേടിക്കാൻ പറ്റും. ഇവിടെ ഇപ്പം ഫ്രഷായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന മൈസൂർ പാക്ക് അതേപോലെ തന്നെ അതിൻ്റെ ഫ്ലേവറും ടേസ്റ്റും എക്സലൻ്റ് ആണ്. എന്തായാലും നമ്മളും അവിടുന്ന് ഒരു പാക്കറ്റ് മൈസൂർ പാക്ക് മേടിച്ചിട്ടാണ് പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.